കുമ്പോലാറ്റക്കോയ തങ്ങൾ പ്രസംഗത്ത് പറഞ്ഞു, AP എന്ന് പറഞ്ഞാൽ ഡബ്ബർ പന്ത് പോലെ അങ്ങോട്ട് ചവിട്ട് ചെല്ലും തോറും അതിങ്ങനെ പൊന്താണ്, ആക്ഷേപം ചെല്ലും തോറും പൊന്തൂന്ന് എന്ന മേനക്കാണ് അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസംഗത്ത് പറഞ്ഞു. പിന്നീട് അവേലത്തന്ന് തങ്ങളിപ്പാ പണിയിട്ട് പറഞ്ഞു, നിങ്ങളെന്താ മനസ്സിലാക്കി? AP എന്ന് പറഞ്ഞാൽ ആഗോള പ്രശസ്തൻ എന്നൊരു പറച്ചിലുണ്ട്. രണ്ട് ഞാനിങ്ങനെ ഓർക്കാണ്. അപ്പം ആ സയ്യിദന്മാരൊക്കെ ആ പറഞ്ഞതുപോലെ ഉസ്താദ് അങ്ങ് ഉയർന്നില്ലേ, ഇതൊക്കെ ഈ തണൽ അങ്ങൾ നോക്കി അന്ന് ആരേനുണ്ടതിന് കൂടെ ഉസ്താദിന് ഈ നിലക്ക് വളർന്നു പോകാൻ ഇവിടെ ആരുടെ സഹായം ഉണ്ടായിരുന്നു? സഹായിക്കേണ്ട എല്ലാ മേഖലയും അടഞ്ഞ് സഹായിക്കേണ്ട മുഴുവൻ ആളുകളും പരമാവധി തളർത്താൻ മാത്രം ശ്രമം നടത്തിയപ്പോൾ ശൈഖുനാ ഖുത്ബുൽ ആലം അവിടുത്തെ വളർത്തി. നിങ്ങളാണ് സമസ്ത, ദീൻ ഇവിടെ നിലനിർത്താൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തി. ഈ വാക്കാണ് അന്ന് തങ്ങളോട് പറഞ്ഞത്. എല്ലാവിധ ശത്രുക്കളും അവരുടെ എല്ലാ നിലക്കുള്ള കഴിവുകളും ഉപയോഗിച്ച് ഇകയ്ത്താൻ നോക്കിയപ്പോൾ ഓരോ ഇകയ്ത്തൽ പരിപാടിയിലും ഒരു നീണ്ട ഉയർച്ച ഉണ്ടായത്. ഞാൻ ഓർക്കുകയാണ്, മുതലക്കുളത്തൊരു പരിപാടി ഉണ്ടായി. അന്ന് അവേലത്തെ തങ്ങളുണ്ട്. അതുപോലെ അല്ലാഹു തആല തങ്ങളെ ദർജയേറ്റി കൊടുക്കട്ടെ. നമ്മളെ താജുലുലമൻ്റെ മൂത്ത പുതിയാപ്പിള ആറ്റക്കോയത്തങ്ങളല്ല, കുമ്പോലാറ്റക്കോയത്തങ്ങൾ പ്രസംഗത്ത് പറഞ്ഞു, AP എന്ന് പറഞ്ഞാൽ ഡബ്ബർ പന്ത് പോലെ അങ്ങോട്ട് ചവിട്ട് ചെല്ലും തോറും അതിങ്ങനെ പൊന്താണ്, ആക്ഷേപം ചെല്ലും തോറും പൊന്തൂന്ന് എന്ന മേനക്കാണ് അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസംഗത്ത് പറഞ്ഞു. പിന്നീട് അവേലത്തന്ന് തങ്ങളിപ്പാ പണിയിട്ട് പറഞ്ഞു, നിങ്ങളെന്താ മനസ്സിലാക്കി? AP എന്ന് പറഞ്ഞാൽ ആഗോള പ്രശസ്തൻ എന്നൊരു പറച്ചിലുണ്ട്. രണ്ട് ഞാനിങ്ങനെ ഓർക്കാണ്. അപ്പം ആ സയ്യിദന്മാരൊക്കെ ആ പറഞ്ഞതുപോലെ ഉസ്താദ് അങ്ങ് ഉയർന്നില്ലേ, ഇതൊക്കെ ഈ തണൽ അങ്ങൾ നോക്കി അന്ന് ആരേനുണ്ടതിന് കൂടെ ഉസ്താദിന് ഈ നിലക്ക് വളർന്നു പോകാൻ ഇവിടെ ആരുടെ സഹായം ഉണ്ടായിരുന്നു? സഹായിക്കേണ്ട എല്ലാ മേഖലയും അടഞ്ഞ് സഹായിക്കേണ്ട മുഴുവൻ ആളുകളും പരമാവധി തളർത്താൻ മാത്രം ശ്രമം നടത്തിയപ്പോൾ ശൈഖുനാ ഖുത്ബുൽ ആലം അവിടുത്തെ വളർത്തി. അങ്ങ് വളർത്തി എവിടെ എത്തി? ആ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് സുന്നത്തിയമായത്തിന്റെ വിശ്വാസവും ആചാരവും ഒരളവോളം നിലനിൽക്കുന്നത് ശൈഖുനായുടെ പവറാണ്, ഖുത്ബുൽ ആലമിന്റെ പവറാണ്. അതിന് പറ്റിയ രൂപത്തിൽ ഇവരെ വളർത്തിയെടുത്ത് അന്ന് തങ്ങൾ പാപ്പങ്ങ് ഒഴിവാക്കിയാളാൻ ഒരുങ്ങിയ ഒരു സംഭവം ഞാൻ പറഞ്ഞിരുന്നു. രാജി കൊടുത്താളാൻ തങ്ങൾ തീരുമാനിച്ചു. കാരണം ഉസ്താദും കണ്ണിത്ത് ഉസ്താദും ഒക്കെ ഉസ്താദുമാരായിരിക്കവേ അവർക്കെതിരുള്ള രൂപത്തിലുള്ള ഒരു പ്രസിഡൻ്റായി തുടരാൻ പ്രയാസമാണ്. ഞാൻ ആദ്യം നടത്തിയ പോലെ ബാക്കിയാത്തു നിന്ന് വന്ന് അന്ന് മുതൽ ദർസ് നടത്തുന്നുണ്ട്, ഇനി മരണം വരെ ദർസ് നടത്തിയാൽ മതി എന്ന ആഗ്രഹത്തിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരുങ്ങി തങ്ങളൊരു രാജി എഴുതി. എന്നിട്ട് അവിടെ വന്ന് ഷെയ്ഖിൻ്റെ ഉള്ളിൽ സിയാറത്ത് ചെയ്ത് അന്ന് അടവിൻ്റെ സമയമാണ്. എന്നോട് പറഞ്ഞു, മൂപ്പനോട് പോയി ഒന്ന് പറയും, തങ്ങൾക്കൊന്ന് കാണാൻ പോകുന്നുണ്ട്. ഞാനായി പോയി പറഞ്ഞ് തങ്ങൾ പോയി കണ്ടുപോകുന്നു. അന്ന് തങ്ങളോട് പറഞ്ഞ സംഭവമൊക്കെ തങ്ങൾ എന്നോട് പറഞ്ഞ, നിങ്ങളാണ് സമസ്ത, അങ്ങനെയാണല്ലോ പറഞ്ഞു. അവിടെ കയറി ചെന്ന് സലാം പറഞ്ഞു, നിങ്ങളാണ് സമസ്ത, ദീൻ ഇവിടെ നിലനിർത്താൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തി. ഈ വാക്കാണ് അന്ന് തങ്ങളോട് പറഞ്ഞത്. അങ്ങനെ തങ്ങളാടെ ഉറച്ചെന്നില്ല. ഞാൻ സ്വന്തമാണെങ്കിലും സുന്നത്തമായത്തി അവിടെ നിലത്തുനിന്ന് തങ്ങൾ പ്രസംഗിച്ചില്ലേ. അപ്പോൾ ആ രൂപത്തിൽ ഇവർക്ക് ധൈര്യവും സ്ഥൈര്യവും കൊടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഒരു നൂലിന് മാറ്റമില്ലാതെ സഹാബത്തിൽ നിബിതങ്ങളിൽ നിന്നും നേടിയെടുത്ത ആ ദീൻ, സഹാബത്തും താബിയങ്ങൾ നേടിയെടുത്ത ദീൻ, അങ്ങനെ പരമ്പരാഗതമായി വന്ന പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങൾ
അതിൻ്റെ തനതായ രൂപത്തിൽ നിലനിൽക്കാൻ അതിന് ധൈര്യവും സ്ഥൈര്യവും കൊടുത്തുകൊണ്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറക്കിയത് ഷെയ്ഖുനെയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ എന്തൊരു പരിപാടിയാണ് തുടങ്ങുക, ഏതോ 4 or 5 കുട്ടികളും ഒരു 2-3 രക്ഷിതാക്കളുള്ള ഒരു ചെറിയ മദ്രസയും അതാണ് വളരുന്ന. അതിന് വേണ്ടിയതൊക്കെ അടുത്തെത്തുക. പള്ളി അതാ വലുതാ, ഇവിടെ നിന്ന് ആക്കെ AP കൊടുക്കാന്നറിയും മറ്റൊരു ഒരു കുട്ടി എന്തോന്ന് പറയണ്ടേ, എല്ലാം കൂടി ഇയാൾ കൊടുക്കുക, ഇയാൾ ഏടുന്ന് കൊടുക്കുക, മറ്റൊരു സമാധാനം കിട്ടണ്ടേ. നിങ്ങൾ നോക്കി ചെറിയൊരു മദ്രസ ഉണ്ടാകുന്നത്, അത് പിന്നെ അത് വലുതാക്കി 3 നില ആക്കി. എൻ്റെ നാട്ടിലത് 3 നിലയിൽ മദ്രസ. ഞങ്ങൾ അടുത്ത പെണ്ണൂരിക്കാരെ മദ്രസ ഊരി വെച്ച്, അന്ന് ഞങ്ങൾ കുറഞ്ഞ ആൾക്കാരാണ്, മറ്റൊരു കൂടുതലുണ്ട്. അപ്പം മദ്രസ 3 വിഭാഗമാക്കിയിട്ട് 3-ൽ 2 ഭാഗം ഓൽക്കും 1 ഞങ്ങൾക്കും അങ്ങനെ ആക്കി തീരുമാനിച്ചു. ആയിക്കോട്ടെ, ഉള്ള ആക്കാൻ. ഇന്ന് ഏറ്റവും വലിയ മദ്രസ നമ്മളതാ, വലിയ പള്ളി ഞങ്ങളതാണ്, പള്ളിക്ക് സ്ഥലമുള്ള ഞങ്ങളെടുത്താണ്, പ്രവർത്തനം ഞങ്ങളെടുത്താണ്. ഇങ്ങനെ ഏതെല്ലാം നാട്ടിൽ നിങ്ങൾ ചെന്ന് നോക്ക്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രൗഢിയിൽ ഇവിടെ കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിൽ മഹാനായ ഷെയ്ഖുന നിലനിർത്തിയതാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. എല്ലാ പ്രവർത്തന രംഗത്തും ആവേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന, അലസതയില്ലാത്ത, ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള, ഇതുവരെ നടത്തിപ്പോകുന്നത് പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള എല്ലാ വഴികളും ഷെയ്ഖുനായുടെ അളമത്തുണ്ട്. അള്ളാഹു നമ്മളെ മഹല്ലത്തിന് നിലനിർത്തി തരട്ടെ.